തമിഴ്നാട് ജില്ലയിലുള്ള തിരുപ്പതി ക്ഷേത്രത്തെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. തിരുപ്പതി ദേവസ്ഥാനം പല സ്റ്റേറ്റുകളിലായിട്ട് ഇപ്പോൾ തിരുപ്പതി ക്ഷേത്രങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട്. തിരുപ്പതിയിലുള്ള തിരക്കുകളും ഒക്കെ കാരണം പല ആൾക്കാർക്കും ദർശനം നടത്താൻ സാധിക്കാത്തത് കൊണ്ട് തിരുപ്പതി ദേവസ്ഥാനത്തിൻ്റെ നേതൃത്വത്തിൽ കുറച്ച് ക്ഷേത്രങ്ങൾ ചില സ്റ്റേറ്റുകളിൽ പ്രതിഷ്ഠ നടത്തിയിട്ടുണ്ട്. അതിൽ നമ്മുടെ കേരളത്തിന് വളരെയധികം തൊട്ടടുത്ത് നമുക്ക് എല്ലാവർക്കും പോകാൻ പറ്റുന്ന ഒരു ക്ഷേത്രത്തിലോട്ടാണ് കേട്ടോ ഇന്ന് ഞാൻ പോകുന്നത്. ഇത് തമിഴ്നാട് സംസ്ഥാനത്ത് കന്യാകുമാരി ജില്ലയിലാണ് ഈ ക്ഷേത്രമുള്ളത്. നമുക്ക് കന്യാകുമാരി ബീച്ചിലൊക്കെ പോകാൻ പ്ലാൻ ചെയ്യുന്നവർക്കൊക്കെ നമുക്ക് പെട്ടെന്ന് ഈ ക്ഷേത്രത്തിൽ പോകാൻ വളരെയധികം അടുത്താണ്. നമുക്ക് ഈ ക്ഷേത്രത്തിൻ്റെ സൈഡിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ തിരുവള്ളുവർ പ്രതിമയും മഹാവിവേകാനന്ദ പാറയൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ സാധാരണ ആന്ധ്രാപ്രദേശിൽ പോകുന്നതിന് നമുക്ക് വളരെയധികം ബുദ്ധിമുട്ടാണല്ലോ. നമ്മൾ ടിക്കറ്റ് എടുക്കണം, പിന്നെ ക്യൂ നിന്ന് ചിലപ്പോൾ ഒരു ദിവസത്തിൽ കൂടുതൽ തന്നെ ചിലപ്പോൾ ക്യൂ നിന്നാലേ മാത്രമേ ഭഗവാന്റെ ദർശനം സാധിക്കുകയുള്ളൂ. എന്നാൽ ഇത് നമുക്ക് വളരെയധികം പെട്ടെന്ന് തന്നെ പോയി അധികം തിരക്കൊന്നുമില്ല. ചില ദിവസങ്ങളിൽ തിരക്കുണ്ടായിരിക്കും, എങ്കിലും പെട്ടെന്ന് നമുക്ക് എത്ര തിരക്കായാലും നമുക്ക് പോയി തൊഴാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ക്ഷേത്രമാണ് ഈ തിരുപ്പതി ക്ഷേത്രം. തിരുപ്പതി ഭഗവാന്റെ അത്രയും തന്നെ ഹൈറ്റിലുള്ള ഒരു വിഗ്രഹമാണ് ഇതിനുള്ളിലുള്ളത്. മാത്രമല്ല വേറെ 2 അമ്പലങ്ങളിലായിട്ട് ശ്രീ പത്മാവതി ദേവിയും ആണ്ടാളമ്മയുടെയും പ്രതിഷ്ഠ ഇവിടെ കാണാൻ സാധിക്കും. ഈ ക്ഷേത്രത്തിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് മേടം 1 സൂര്യപ്രകാശം ഭഗവാന്റെ കാൽക്കൽ പതിക്കുന്ന രീതിയിലാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത്. തിരുപ്പതിയിലെ ഭഗവാന് ഉള്ള അതേ പൂജാ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ ക്ഷേത്രത്തിലും ചെയ്തു വരുന്നത്. ഇവിടുത്തെ പ്രധാന നിവേദ്യം എന്ന് പറയുന്നത് നമ്മുടെ തിരുപ്പതി ഭഗവാന് ഏറ്റവും പ്രിയപ്പെട്ട നിവേദ്യമായിട്ടുള്ള തൈരസാദം തന്നെയാണ്. നമുക്ക് ഇവിടുന്ന് തൈരസാദമൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഈ ക്ഷേത്രത്തിൽ നമുക്ക് വളരെയധികം ഒരു പോസിറ്റീവ് എനർജിയാണ് കേട്ടോ നമുക്ക് കിട്ടുന്നത് ഇതിനുള്ളിൽ കയറുന്ന സമയത്ത്. അപ്പോൾ തിരുപ്പതിയിൽ പോകണമെന്നൊക്കെ ആഗ്രഹമുള്ള ഒരുപാട് പ്രായമായവരൊക്കെ ഉണ്ടാവും. അവർക്ക് ചിലപ്പോൾ തിരുപ്പതിയിൽ പോകാനൊക്കെ ബുദ്ധിമുട്ടുണ്ടായിരിക്കും. അപ്പോൾ അവരെയൊക്കെ നമുക്ക് ഈ ക്ഷേത്രത്തിൽ കൊണ്ട് കാണിക്കാൻ വളരെയധികം എളുപ്പമാണ്. തിരുപ്പതി ദേവസ്ഥാനത്തിൻ്റെ അതേ അവരുടെ തന്നെ ക്ഷേത്രം തന്നെയാണ് ഇത്. തിരുപ്പതി ആന്ധ്രാപ്രദേശിലാണെങ്കിൽ ഇവിടെ കന്യാകുമാരിയിലാണെന്നേ ഉള്ളൂ. അപ്പം പറ്റുമെങ്കിൽ എല്ലാവരും ഈ ക്ഷേത്രത്തിൽ ഒന്ന് ദർശനം നടത്തണേ. ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.